ഈവൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ഇന്നാരും കൂടെ എഴുതിയാലേ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾ മാത്രം എഴുതിയാൽ ഒരു പക്ഷേ. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു പോരുമായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഈ ബാലഭാസ്കർ എന്ന് പറയുന്ന 18 വയസ്സ് അന്ന് തികയാതിരുന്ന ആളുടെ അരികെ ചെയ്തു. അങ്ങനെ ചെയ്യിച്ചു. Audience in terms of content, that's why this is the best content driven industry. So you get to see so lot of different types of content, and they are much more realistic. As in education also, it is the highest it's the most educated state in India, so it reflects on their taste. മലയാളത്തിൽ ഒപ്പന, അതായത് സ്റ്റേജിൽ കളിക്കുന്ന ഒപ്പന അല്ലെന്നുണ്ട് തിരുവാതിര, ഇത് മാത്രമായിരുന്നു വിഷ്വലി ഉണ്ടായിരുന്നത്. ഈ ആൽബം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത് ഞാൻ ആ പാൽനില പുഞ്ചിരി എന്ന് പറയുന്നത് കൊണ്ടുവന്നപ്പോഴാണ്. ദ ക്യൂ ഷോ ടൈമിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, മോക്ഷ, വെൽക്കം. നമസ്കാരം. ഈ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന പേര് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് തുടക്കം ഒരു പക്ഷേ ഈ സ്റ്റേജ് ഷോകളായിരിക്കാം. അതിനൊപ്പം തന്നെ നോൺ ഫിലിം മ്യൂസിക് വീഡിയോസ്, മ്യൂസിക്, ഈ ഒരു കൾച്ചറിൻ്റെ തുടക്കവും ഈ പേരിനോട് ചേർത്ത് വായിക്കപ്പെടാറുണ്ട്. എൻ്റെ ക്യൂരിയോസിറ്റി ഇതിലുള്ളത്, മാത്സ് പഠിച്ചു വരുന്ന ഒരാൾ അവിടുത്തെ ബിസിനസ്സിലോട്ട് പോകുന്നു, മ്യൂസിക് എന്നൊരു ഇഷ്ടം, താല്പര്യം, ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ചില സത്യങ്ങളൊന്നും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മ്യൂസിക്കിനോട് ഇഷ്ടം തോന്നാൻ കാരണം മ്യൂസിക്കുമായി ബന്ധം ഉള്ള ആരോടെങ്കിലും ഉള്ള സൗഹൃദത്തിൻ്റെ പേരിലാകാം. അതാണാകാം, പെണ്ണാകാം. അപ്പോൾ അത്രത്തോളം ആഴത്തിലുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ നമ്മളെ അങ്ങനെ പ്രേരിപ്പിച്ചിരിക്കാം. പിന്നെ അതാണ് ഒരു സംഭവം. പിന്നെ മ്യൂസിക് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം ഈ പറയുന്ന പോലെ സ്വന്തമായി, കാരണം നമ്മുടെ ഒന്നിനും ആരുടെയെങ്കിലും മുൻപിൽ പോയി ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യം തൊട്ടേ ഇല്ല. അപ്പോൾ അതായിരിക്കാം ഒരു കാരണം. ഞാൻ പറയുന്നത് പോയി നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡായി നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. ഞാൻ എഴുതിയ പാട്ടുകൾ പോലും ഞാൻ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അന്ന് ആരുടെയെങ്കിലും കൈ കൊണ്ട് കൊടുക്കുകയാണ്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൊണ്ടു കൊടുത്തതിനല്ല, ഈവൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ഇന്നാരും കൂടെ എഴുതിയാലേ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾ മാത്രം എഴുതിയാൽ ഒരു പക്ഷേ. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു പോരുമായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഈ ബാലഭാസ്കർ എന്ന് പറയുന്ന 18 വയസ്സ് അന്ന് തികയാതിരുന്ന ആളുടെ അരികെ ചെയ്തു. അങ്ങനെ ചെയ്യിച്ചു. അതാണ് ഇന്നും നിങ്ങളൊക്കെ എന്നെ ഓർത്തിരിക്കുന്ന ഒരു വലിയ പരമ്പരയുടെ തുടക്കത്തിൻ്റെ സാഹചര്യം. അങ്ങനെ ഇപ്പോൾ ഈ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് നോവൽ മുതലുള്ള സിനിമകൾ അറിയാം. എങ്കിലും ഇതിൻ്റെ ഒരു തുടക്കം പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സ്റ്റാർസിൻ്റെ സ്റ്റേജ് ഷോകൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഇതിലൊരു ഇൻട്രസ്റ്റ് കാണിച്ച് തുടങ്ങിയിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ട്. ബിഹൈൻഡ് ദ സ്ക്രീൻ എന്നല്ല, ഇപ്പോൾ എന്നിലുള്ള ഏതോ ഒരു കഴിവ് എന്നോ എന്നിലുണ്ട്. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ, അതും വീണ്ടും പറയുന്ന പോലെ സിനിമ ഞാൻ നോവൽ ഡയറക്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിലേക്ക് പോയി നമുക്കറിയാം, ഒരു പലരും സമീപിക്കുമ്പോൾ അവർക്കൊക്കെ എന്തും ബുദ്ധിമുട്ടോ പോയി ഒരുപാടൊക്കെ എൻ്റെ അരികെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറയാം, എനിക്ക് ഇപ്പോൾ താല്പര്യമല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഒരാളെ നമ്മൾ ഇട്ട് നടത്തിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. അപ്പോൾ അത് അന്നും എൻ്റെ മനസ്സിൽ അങ്ങനൊരു എന്നും ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അതിന് പ്രാപ്തനല്ല, അല്ലെങ്കിൽ സ്വയം എനിക്കങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്യാനുള്ള കഴിവില്ലാതിരുന്ന ഒരു സമയത്തായിരിക്കും ഞാൻ വേണ്ടി ശ്രമിക്കാതിരുന്നതായിരിക്കും. അതെൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ നല്ലതോ ചീത്തയോ ആയ ഒരു വശമായിരിക്കും. ഈ കള്ളനും ഭഗവതിയാണ് പുതിയ സിനിമയായിട്ട് വരുന്നത്. മലയാള സിനിമയിലെ ഈ ജോണറിൻ്റെ ഷിഫ്റ്റുകൾ അല്ലെങ്കിൽ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സമയത്തും. അതിൽ ഒരു ഫാൻറ്റസി ലെയറോട് കൂടി ഈ സിനിമ കൊണ്ടുവരുമ്പോൾ ഒരു സംവിധായകൻ, നിർമ്മാതാവ്, അത്തരത്തിലുള്ള പ്രതീക്ഷകൾ എങ്ങനെ നിൽക്കുന്നു? പ്രതീക്ഷകൾ എന്നുള്ളതിലപ്പുറത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ്, അത് എനിക്ക് വേണ്ട രീതിയിൽ ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു താല്പര്യമായിരുന്നു ഇത് ചെയ്തത്. ഇപ്പം നിങ്ങൾ ഈ പാട്ടിനെക്കുറിച്ച്, സ്റ്റേജ് ഷോകളെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും എന്നെ ഒരുപാട് പേര് ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തതാണെങ്കിൽ ഓർത്തിരിക്കുന്നത് പോലെ ഞാൻ 3 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടും ആ ഒരു ഇതിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നിർഭാഗ്യമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളാകാം, എന്തെങ്കിലുമൊക്കെ ഞാനാകാം. പക്ഷേ നോവൽ എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ സിനിമ വളരെ നല്ല സിനിമയായിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും.
വളരെ നല്ല ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. നല്ലൊരു കഥയാണ്, എൻ്റെ തന്നെ കഥയാണ്. എൻ്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സിറ്റുവേഷൻസും സീക്വൻസസും എൻ്റെതാണ്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അവസാനമൊക്കെ എൻ്റേതായ ഒരുപാട് തിരുത്തലുകളൊക്കെ, അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ വെക്കാവുന്ന അത്ര എൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അത് ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായിട്ടില്ല. പക്ഷേ നിങ്ങൾ അറിയാത്ത ഒരു സത്യം അതിനകത്തുണ്ട്. അതിനകത്ത് ഇത്രമേൽ എന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നൊരു പാട്ട് ഓർമ്മയ്ക്കായി സ്വന്തം എന്ന് പറയുന്ന ആൽബത്തിൽ ഞാൻ എഴുതിയത് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇത്രമേൽ എന്ന് പറയുന്ന പാട്ട് സിനിമയിൽ വന്നപ്പോൾ അതിൻ്റെ അന്നൊക്കെ ഈ കോളർ ട്യൂൺ ഭയങ്കര ഇതുള്ള സമയമാണ്. ഈ പറയുന്ന നോവലിൻ്റെ സിനിമയുടെ 1.5 ഇരട്ടിയെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈ ഒരൊറ്റ പാട്ടിൽ നിന്ന് ഡിജിറ്റൽ റവന്യൂ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ നോവൽ ആ അർത്ഥത്തിൽ ഇന്നും ഈ പറയുന്ന പോലെ ഈ യൂട്യൂബിലൊക്കെ ആയാലും ആ പാട്ടുകളൊക്കെ ഭയങ്കര സ്വീകാര്യതയാണ്. അപ്പോൾ പോയിന്റ് അതാ ഞാൻ പറഞ്ഞത്, ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തയ്യാറെടുപ്പുകളോട് ചെയ്തതാണ്. പിന്നെ പലതും ഒരു നിയോഗം പോലെ വന്നുപെട്ടതാണ്. ഒരു കഥ എൻ്റെ അരികെ വരുന്നു, അത് എൻ്റെ അരികെ വരുമ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റ് റൈറ്റർ ഓൾറെഡി വിഷ്ണുവിനോട് പോയി സംസാരിച്ചിരുന്നു. വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഞാൻ ആളുമായിട്ട് അഗ്രിമെൻ്റ് ആകുമ്പോഴും അത് വിഷ്ണുവിനോട് പറയുമ്പോൾ പുള്ളി അഗ്രി ചെയ്യുന്നു. അങ്ങനെ പിന്നീടാണ് അടുത്ത വിഷ്ണുവിന് ശേഷം വന്നതാണ് ഭഗവതി ഷീസ് ഫ്രം കൽക്കട്ട. അപ്പോൾ ഞാൻ ചില ആൾക്കാരോടൊക്കെ ഇവിടുത്തെ സംസാരിച്ചിരുന്നെങ്കിലും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നമുക്ക് ഈ മലയാളത്തിൽ നമ്മൾ കണ്ട പരിചിതമായ മുഖങ്ങളല്ലാതെ ഒരു നോർത്ത് ഇന്ത്യൻ നമുക്ക് അങ്ങനെ ഒരു മുഖമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഫോട്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുക. ഞാൻ ഉടനെ ആളെ ഈ പറഞ്ഞ പോലെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഓൺലൈൻ അയച്ചു കൊടുത്തു. വിത്തിൻ 30 minutes ഷീ റിപ്ലൈ ടു മീ. ഷീ ജസ്റ്റ് റോട്ട് ഇറ്റ്, I liked it, I just I want to do it, I have to do it. അതായത് നമ്മളോട് എത്രയോ അടുത്ത് പരിചയമുള്ള ഒരാളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി പറഞ്ഞു വെച്ചാൽ അത്രത്തോളം ആ ക്യാരക്ടറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളായി നമുക്ക് അന്ന് തൊട്ട് മാറുകയായിരുന്നു. ഈ നിമിഷം വരെയും ഈ മോക്ഷയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്കത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ്. So Mokksha, Namaskaram. You're from West Bengal. West Bengal, Kolkata. When we look into the Indian film culture, we have Satyajit Ray from West Bengal. Yes. Bengali movies have been always a rich heritage to our industry. But you haven't been part of Bengali movies. Yeah. I was a Bengali actor. Before. Okay. You started in Bollywood. No, I started in Bengali. Okay. Bollywood not yet. Okay. I started in Bengali. I worked there for 2.5 years. For the last 1 year, I am working in South India. Okay, so you have been part of different industries. Yes. So what is that one excitement you have each time you go into a new industry? First of all, the people and culture. And if I believe that I have to be one of them, so I have to liked by each one of them, so I have to be one of them. So I always find it very interesting, and the people all around, they are very accepting to me. The love which I get in each state now, wherever I'm going. So this is like, I think it's God's grace. So Bengali films and Malayalam films, they have a lot of similar taste. Now Bengali makers always look up to Malayalam movies. What next coming up? And especially after OTT, during COVID times, a Malayalam movie has reached to its peak in Pan India. So Bengali and it's much more realistic. Even in this fantasy movie also, what the sir perceived and conceived the character, the film in such a way. When I went through the synopsis, I visualized it in the same way. Okay. So naturally, when I came for the audition, when he narrated me the entire thing, even some of the screenplay, which we don't have dialogues with the slokams and all, I really visualized it in that way. So the wavelength and frequency with the director and Bhagavati matched so much without even knowing before. I felt, maybe I was born for this character. In my repressed wishes, I felt that, So the work culture also in Malayalam and Bengali, I found it very similar. The pattern of acting, the cerebral thing, the cerebral pattern of acting, I found it very similar. ഇപ്പോൾ ഇങ്ങനൊരു സിനിമയിലോട്ട് വരുമ്പോൾ ഈ
ഭഗവതി ഒരു കള്ളന്റെ കൂടെ വരുന്നു. ഇതിനൊരു നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ഇതൊരു പുതിയ ഒരു ഫ്രഷ് എലമെന്റ് ആയിട്ട് ഇവിടെ ഇതിനെ പ്ലേസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ എന്താ റിലീജിയൻ വിശ്വാസങ്ങൾ ഇതിനെല്ലാത്തിനും രണ്ട് തരത്തിലുള്ള ഡിസ്കഷൻസ് വരുന്നു. അത്ര ഒരു സിനാരിയോയില് ഈ സിനിമ പ്ലേസ് ചെയ്യുക എന്നൊരു അതിന്റെ പുറകിലൊരു ചലഞ്ച് ഉണ്ടോ ശരിക്കും? അല്ല, അങ്ങനെ ഈ സിനിമ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ടവർക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം എന്നതൊഴിച്ചാൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ കഥയോ അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളോ ഒന്നും ഒരിക്കലും അങ്ങനെ ആകാൻ യാതൊരു സാധ്യതയുമില്ല. ഓക്കെ, ഇപ്പോൾ ഇതൊരു നാലാമത്തെ സംവിധാന സംരംഭമാണ്. ഇതിനു മുന്നേയുള്ള 3 സിനിമകൾ നോക്കിയാൽ നോവലുണ്ട്, മൊഹബത്ത് ഉണ്ട്, ചില ന്യൂജൻ വിശേഷങ്ങളുണ്ട്. ഈ സിനിമകളിലെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തിയേറ്ററിക്കൽ സക്സസ് ഭയങ്കര വലുതായിരുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിലും ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെതായ സമയമെടുത്ത് ഹോംവർക്ക് ചെയ്ത് അത്തരം ഹോംവർക്കുകൾ സമയമെടുത്തുള്ള പഠനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു 1 വർഷത്തിലധികം ഈ സ്ക്രിപ്റ്റിനകത്ത് ഞാനിരുന്നു. അപ്പോൾ ബേസിക്കലി അദ്ദേഹത്തിൻ്റെ കഥ ഈ KVN എന്ന് പറയുന്ന കഥയും അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എൻ്റെ ഉള്ളൂ. പക്ഷേ സ്ക്രിപ്റ്റിൻ്റെ 99% ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ ഡയലോഗുകളുടെ എല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈവൻ ഇതിനകത്തുള്ള ഒരു അനുശ്രീ ആയിരുന്നില്ല ആദ്യം ഇതിൻ്റെ ഇത്. ഈ അനുശ്രീ ഈ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ആ കഥാപാത്രത്തെ നമ്മൾ ഒരുപാട് വലുതാക്കി. അനുശ്രീ എന്ന് പറയുന്ന ഇത്രയും ടാലൻ്റായിട്ടുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റിന് പാകമാകത്തക്ക രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ അതുപോലെ പിന്നെ തുടക്കം തൊട്ട് ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അതിലെന്ന് പറയുമ്പോൾ ഇതിനകത്ത് 3 പാട്ടുകളെ കൂടാതെ 12 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഈ ഭഗവതിയുടെ പ്രസൻസ് പലപ്പോഴും ഈ ശ്ലോകങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ്. അപ്പോൾ അത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളത് ട്യൂൺ ചെയ്ത് ഈ മധു ബാലകൃഷ്ണനെ പോലുള്ള സിംഗേഴ്സ് പാടി അത് ഒരു പാട്ടായിട്ട്, ഐ മീൻ ഇൻ ദ സെൻസ് അത് ശരിക്കൊരു സോങ്ങായിട്ട് തന്നെ നമ്മൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട്, കാരണം ഈ സിറ്റുവേഷൻസ് അനുയോജ്യമായ ശ്ലോകം നമുക്കറിയാമല്ലോ, 10,000-കണക്കിന് ശ്ലോകങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആപ്റ്റായത് കണ്ടുപിടിക്കുക ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ കള്ളനും ഭഗവതിയിലെ 3 പാട്ടുകളുള്ളത് എഴുതിയ സന്തോഷമ്മയാണ്. അദ്ദേഹം ഞാനുമായിട്ട് കഴിഞ്ഞ ഏതാണ്ട് 20 വർഷമായിട്ട് വളരെ അടുത്ത ആത്മബന്ധത്തിലാണ്. എപ്പോഴും തിരുവനന്തപുരത്ത് വരികയും അങ്ങനെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സഹായം എനിക്ക് വളരെ പ്രയോജനം ചെയ്തു ഈ ശ്ലോകങ്ങൾ കണ്ടുപിടിക്കാൻ. കാരണം പുള്ളിക്ക് സംസ്കൃതം അറിയാം, ഒരു സംസ്കൃത ഇതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം പലപ്പോഴും എനിക്ക് പറഞ്ഞു തരാനും ഒക്കെ പുള്ളിക്ക് വളരെ ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മോക്ഷയായിരുന്നു ഇതിനകത്ത് ഈ ഭഗവതി എന്ന് പറയുന്ന ഒരു ബീങ് എ നോൺ മലയാളി, I had to explain her everything, in details, that what is this character and how you should perform, and what way it should be and what way it should not be, because he's a young man and she's a young girl, being if at all a Bhagavati, but even a look should not feel somebody else that it is some other than being motherly, a look should not come. But that she has done quite well. That's what I believe, and even the viewers also will have the same feel. That's what I think. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്ന ഒരു ചലഞ്ചായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നത്, അതായത് അന്ന് ഷീ കെയിം ഫോർ ഓഡിഷൻ, ദെൻ വർക്ക്ഷോപ്പ് വാസ് ദെയർ, ആൻഡ് ഈവൻ ഇൻ ബിറ്റ്വീൻ ഓൾസോ ഐ ഹാഡ് ഹെൽപ്ഡ് എ ലോട്ട് ടു ഹെർ ടു ലേൺ ഡയലോഗ്സ് ആൻഡ് ഓൾസോ ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ പ്രയത്നവും എൻ്റെ കഴിഞ്ഞ മറ്റെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ദുബായിലും ഇവിടെയൊക്കെ ബിസിനസ് നിയന്ത്രിക്കുന്ന അതിൻ്റെ ഒരു ഹെഡാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ നമ്മൾ വളരെ ചെറിയ സമയം മാത്രം അതിനു വേണ്ടി ഉപയോഗിച്ചിട്ട് ബാക്കി മുഴുവൻ സമയങ്ങളും ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു ഈ നിമിഷം വരെ. അതായത് ഈ ഷൂട്ടെന്ന് പറയുന്നത് November 23 തുടങ്ങിയിട്ട് ഞാൻ ഫുൾ ടൈം എറണാകുളത്ത് ഈ എല്ലാ വർക്കിലും ഞാൻ ഡബ്ബിങ്ങിൽ പൂർണ്ണമുണ്ടായിരുന്നു, പിന്നെ എഡിറ്റിങ്ങിലുണ്ടായിരുന്നു, പിന്നെയുള്ള എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലും ഒക്കെ ഈ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള എല്ലാത്തിലും സജീവമായി ഉണ്ട്. എന്ന് വെച്ചാൽ മറ്റൊരു സിനിമയായിട്ട് എൻ്റെ ഈ പ്രവർത്തനം താരതമ്യപ്പെടുത്തുന്നുണ്ട്. അത്രത്തോളം എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സോ പ്ലേയിങ് എ ടൈറ്റിൽ ക്യാരക്ടർ ഇൻ എ മൂവി, how important is that responsibility, and according to you,
how easy was it to carry over that character? Kallanum Bhagavatiyum, the title itself Bhagavati. So, first of all, it's not an easy job, and when you already have such a very now people are comparing with lady superstars, Nayantara ma'am's Mukuti Amman with, Amman. though it is totally the concept whatever you say, but it is totally a different. But there's always been a comparison. So that's why I just didn't think of anything else. I just listened to what director wanted. From an artist, it is very important to know the director's conception about the character, how he wants. The way he wants, an actor should mold himself or herself and perform. So I just believed him. Not only the dialogue, so from A to Z, and especially in this movie, each dialogue which I said, it was properly, and it was proper with a proper spelling, because he was so perfect about it. While dubbing, there should not be any problem. So even the pitch and the voice, whatever, inikku kulikana. So so that also I did the same way. What It is not in a normal way. He's generally, I mean, not generally, in the beginning of this their association, she's just kidding him. Even though he's a Kallan, he's a what do you call it, with a lot of goodness in him. So that having understood that character, she is just as if some children are saying that, you see. So with that humor, she is presenting. That's all, when I mean, it is my concept, and it is the way I conceived it, whereas I don't think that nobody else may be doing that way, if at all it was done by someone else. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത്, she understood very well and enjoyed whatever I said, because it was really humor. That's the main thing. So I enjoyed it. That's the main thing. So Malayali audience have accepted other actresses from the various industries. There have been new actresses to our industry in fixed intervals. So how do you observe Malayalam audience? Their taste, their acceptance. What's your vision on that? They are the best audience in terms of content. That's why this is the best content driven industry. So you get to see so lot of different types of content, and they are much more realistic. As in education also, it is the highest it's the most educated state in India, so it reflects on their taste. That's why people say in Malayalam industry, comparatively to other industry, the budget, I mean, they are making such a kind of, with the intellect matters. It shows the taste of people. They are accepting. That's why these films are being made. So amazing. This is it's a dream for every actor to be a Malayali actor. സംവിധാനത്തെ പറ്റി പറയുമ്പോൾ തന്നെ നിർമ്മാണത്തിലും നിർമ്മാണ രംഗത്തും സാർ കൃത്യമായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും ഈ പറഞ്ഞ ഇന്റർവെൽ വിസിബിൾ ആണ്. മൈബോസ് കൂടെ വലിയ വിജയം വരുന്നു, പ്രൊഗസീവ് ബേബി വരുന്നു, പിന്നെ ഈ ഒരു ഗ്യാപ്പ് അവിടെ വിസിബിൾ ആണ്. എന്തുകൊണ്ടായിരുന്നു അത്ര ഒരു ഇന്റർവെൽ? അങ്ങനൊന്നുമില്ല. എൻ്റെ ഒരു ഈ സിനിമ പ്രൊഡക്ഷനോ അതൊന്നും എൻ്റെ ഒരു മുഖ്യ ഇതല്ലല്ലോ. അപ്പോൾ എനിക്ക് വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പാട്ടിൻ്റെ നമുക്കൊരുപാട് ഈ പുതിയ ആൽബംസ് ഉണ്ടാക്കുക, അതിൻ്റെ ഡിജിറ്റലി ഉള്ള ഇതുണ്ട്. പിന്നെ ദുബായിൽ നമ്മുടെ ബിസിനസ്സുണ്ട്. അപ്പം ഞാൻ ആ രീതിയിലൊക്കെ എപ്പോഴും എൻഗേജാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനൊരു ചിന്ത, ഒരു വെളിപാട് പോലെ നമ്മളിൽ അന്ന് ഇത് ചെയ്യുമ്പോഴാണ് നമ്മളിതിൻ്റെ പോകുന്നത്. അപ്പോൾ അത് എനിക്ക് ഇത് മാത്രം ആണ് എൻ്റെ ഒരു എന്താ പറയുന്നത് മേഖല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇത്രയും ഉണ്ടാകുമായിരുന്നില്ല. അതാണ് എൻ്റെ കാര്യമല്ല, വേറൊന്നുമില്ല. പിന്നെ ഓരോന്ന് സംഭവിക്കുന്നതാണ്, അത് അപ്പോഴേ സംഭവിക്കാവൂ എന്നുള്ളതാണ് അതിൻ്റെ. ഈ നോൺ ഫിലിം സോങ് കൾച്ചർ ഇവിടെ കൊണ്ടുവരുന്നു. ഒരുപക്ഷെ സിനിമാ ഗാനങ്ങൾക്ക് മാത്രം ഇത്രയും പ്രാതിനിധ്യമുള്ള സമയത്ത് ഇത്തരം ഒരു കൾച്ചർ തുടങ്ങണം, അങ്ങനെ ഒരു ഐഡിയ എന്തുകൊണ്ടായിരുന്നു? അതിൻ്റെ പിന്നിലൊക്കെ ഇപ്പോൾ എന്ത് ഞാൻ ചെയ്യുമ്പോഴും എനിക്കൊരു പ്രേരണ പിന്നിലുണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ നോൺ ഫിലിം തുടങ്ങാൻ കാരണം ഞാൻ പാട്ടുകൾ എഴുതി ആ പാട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കിയതാണ്. അവിടുന്ന് ആണത് തുടക്കം എന്ന് പറയുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഈ നിനക്കായി എന്ന് പറയുന്ന
അത് എഴുതിയ വർഷമാണ് ഞാൻ ഈ ഓഡിയോ കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ 98. അപ്പോൾ അവിടെ നിന്ന് അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അത് ഓരോന്നും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് അത് എഴുതാൻ കാരണമായ ഒരു സാഹചര്യം, ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ മേഖലയിൽ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ തോന്നി. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ചില കാരണം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കാലം പിന്നീടാണ് അതായത് ഈ മലയാളത്തിൽ ഒപ്പന, അതായത് സ്റ്റേജിൽ കളിക്കുന്ന ഒപ്പന, അല്ലെന്നുണ്ട് തിരുവാതിര, ഇത് മാത്രമായിരുന്നു വിഷ്വലി ഉണ്ടായിരുന്നത്. ഈ ആൽബം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത് ഞാൻ ആ പാൽനില പുഞ്ചിരി എന്ന് പറയുന്നത് കൊണ്ടുവന്നപ്പോഴാണ്. അപ്പോൾ ഇത് ഇങ്ങനെ എനിക്ക് തുടങ്ങാനൊക്കെ പിന്നെ ആ ഒരു വിഷ്വലി ഉള്ള ഒരുപാട് മ്യൂസിക് വീഡിയോ ഞാൻ ചെയ്തു. ഇതിൻ്റെ പിന്നിലൊരു പ്രേരണ ഉണ്ടാകും. അതായത് ഏതെങ്കിലും ഒരു സൗഹൃദമായിരിക്കും, എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ ഇതിന് എന്നാൽ ഒരു ബിസിനസ് ചെയ്ത് പൈസ അങ്ങനെ ഒരിക്കലും. പക്ഷേ അത് അല്ലെങ്കിൽ ഇങ്ങനെ അത് ഫ്ലറിഷ് ചെയ്യാവുന്ന ഒന്നും നമുക്ക് ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്, പക്ഷേ അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കുകയാണല്ലോ. ഈ ആസ്പിറൻ്റ് ആയിട്ടുള്ള മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ്, അല്ലെങ്കിൽ സിംഗേഴ്സ്, ലിറിസിസ്റ്റുകൾ, മ്യൂസിഷ്യൻസ്, അതും ഒരു തരത്തിലെ ഒരു റെവല്യൂഷൻ ആയിരുന്നല്ലോ ഇൻഡസ്ട്രിയിൽ. അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഇന്നും ഇത്ര ആൽബംസ് ഒക്കെ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്യുന്ന പല പ്രവൃത്തികളും എന്നെക്കാൾ കൂടുതൽ പ്രയോജനപ്പെട്ടിട്ടുള്ള മറ്റുള്ളവർക്കാണ്. അത് എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ആ ഒരു നിയോഗിക്കും ദൈവം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അങ്ങനെ ആയപ്പോൾ ശേഷമായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. ഈ ഇങ്ങനെ ഈ പാട്ടുകൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴായാലും എന്നെ ഇപ്പം ഞാനിപ്പോൾ അന്ന് എത്രയോ വർഷങ്ങളായി ഗൾഫിലാണ്. അപ്പോൾ ഈ സാമ്പത്തികമായുള്ള ഒരു ലാഭം ഒരിക്കലും ഞാൻ ഇതിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സംഭവം ചെയ്യുന്നു എന്നതൊഴിച്ചാൽ വേറെ ഒന്നും ഞാൻ അതിനകത്ത് വിധിയില്ല. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രമേൽ എന്നെ എന്ന് പറയുന്നത് എഴുതാൻ കാരണമെന്ന് പറയുന്നത് എഴുതി കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയൊരു പാട്ടല്ല. അത് സംഭവിച്ചതാണ്, സംഭവിക്കാൻ നിയോഗിക്കപ്പെട്ട അല്ല വിധിക്കപ്പെട്ട ഒരു പാട്ടാണ്. പക്ഷെ ആ പാട്ട് ഉൾപ്പെടുത്തിയ സിനിമയ്ക്ക് ഈ പാട്ട് കൊണ്ട് തന്നെ എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇരട്ടി കവർ ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും സംഭവിക്കുന്നതാണ്. അതല്ലാതെ നമ്മളൊരിക്കലും ഒരിത്തിരി നമുക്ക് ചെയ്ത ഒരു ബിസിനസ് ഉണ്ടാക്കാം, ഒത്തിരി പൈസ ഉണ്ടാക്കാമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ സിനിമയുടെ കാര്യത്തിലായാലും അതുതന്നെ. ഇതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ ഭയങ്കര സജീവമായ സമയമാണ്. നമ്മളീ പലരും ഈ ചെറിയ ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പോലും പഴയ ആർക്കൈവൽ വീഡിയോസിന് വേണ്ടി ഒരുപാട് അന്വേഷിക്കുന്നതാണ്. അവിടെയെല്ലാം ഈ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ഷോകളിലെ ആർക്കൈവൽ വീഡിയോസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതിൽ തന്നെ മമ്മൂട്ടി ഫെസ്റ്റിവലിൽ മമ്മൂട്ടി സുഖമായുള്ള ഒരു പെർഫോമൻസിൽ ഈ മമ്മൂട്ടി ഒരു ഡാൻസ് ഭയങ്കര വൈറലായി. അതാണത് ഒരു സാറിന് ഒരു ഐഡിയ ആയിരുന്നു, ആ ഒരു ഡിസൈൻ അങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഒരു ഡാൻസ് ആ സ്പോട്ടിൽ വരുന്നത്. ആരോ പുള്ളി സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു സുമാരി ചേച്ചിയാണെന്ന് തോന്നുന്നു, കമാൺ മമ്മൂസ് ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു തമാശ രൂപത്തിൽ ചെയ്തത്. അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പിന് അറിയില്ലല്ലോ. അപ്പോൾ അത് തമാശ രൂപത്തിൽ ചെയ്തതാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി. അല്ലാതെ എനിക്ക് അതിനകത്ത് റോളൊന്നും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഇത്രയും സൗഹൃദങ്ങൾ സാറിനുണ്ട് ഈ പറഞ്ഞ സിനിമയിലെ പല മേഖലകളിൽ, സംഗീത സംവിധായകരാവട്ടെ, ലിറിസിസ്റ്റുകളാവട്ടെ, ആക്ടേഴ്സ് ആവട്ടെ, പലപ്പോഴും സിനിമകളിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു താരനിരയെ പലപ്പോഴും കണ്ടിട്ടില്ല. ഇപ്പൊ നോവലില് ജയറാം ഉണ്ടെങ്കിൽ കൂടി അതെ ഇതാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ കള്ളന ഭഗവതി എത്തുമ്പോഴും അല്ല, അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കൊരിക്കലും ആരോടും പോയി അവരുടെ മുമ്പിൽ പോയി റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അത് എനിക്കത് കഴിയുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത്. അതെൻ്റെ മറ്റെന്തെങ്കിലും ഒരു ഇതുകൊണ്ടല്ല. അപ്പോൾ ഒരുപക്ഷെ ഇവരുടെ ഒരിക്കൽ പോകുമ്പോൾ ഞാനൊരിക്കലും ഒരു സൗഹൃദം എൻ്റെ ഒരു വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി, അപ്പോൾ ഇവർക്കൊരു പക്ഷേ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അത്രയും തെളിയിക്കപ്പെട്ട ഒരാളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാൻ പറയുന്നത് സ്വീകാര്യമായിരിക്കുമോ എന്നെനിക്ക് ഞാൻ ഒരുപക്ഷെ അങ്ങനെ അല്ലെങ്കിൽ പോലും എനിക്കൊരു സംശയം ഉണ്ടാകും. ഒന്നത്. രണ്ടാമത് അത്തരം കഥ വേണമല്ലോ. ഇപ്പം ഈ കള്ളനും ഭഗവതിയിലെയും എന്ന് പറയുന്ന കള്ളൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരാളാണ് വിഷ്ണുണ്ണികൃഷ്ണൻ. എസ്റ്റാബ്ലിഷ്ഡാണ്, ടാലൻറ്റഡാണ്, പുള്ളി അതിന് വളരെ സ്യൂട്ടബിളാണ്. രണ്ടാമത് വരുന്ന ഈ മോക്ഷ എന്ന് പറയുന്ന ഭഗവതി എനിക്കൊരു ന്യൂ ഫേസാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അനുശ്രീ എന്ന് പറയുന്നത് വളരെ നല്ല ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല.
ജോണി ആൻ്റണി, വളരെ സീനിയറായിട്ടുള്ളതല്ല. ഇപ്പോൾ ഇതല്ലേ സലീം കുമാർ, രാജേഷ് മാധവ്, ഇപ്പോൾ ന്യൂ ജനറേഷൻ്റെ ആളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഈ കഥാപാത്രത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതൊന്ന്. ഇതെല്ലാം ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ എൻ്റെ കൂടി അവിടെ ഇരിക്കുന്ന ടിവിൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഒരു അസോസിയേറ്റ് ആയിട്ട് വന്നതിന് ശേഷമാണ് സാർ ഇതിന് ഇതായിരിക്കുന്ന അല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ വിളിക്കും. അപ്പം ഞാനൊരു പക്ഷേ വിളിക്കുമായിരുന്നില്ല. പക്ഷേ എൻ്റെ പേര് പറയുമ്പോൾ ഇപ്പോൾ ജോണിയാനിനോട് തന്നെ ടിവിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിജയേട്ടൻ എനിക്ക് ഇത് അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെൻ്റെ ഒരു നേച്ചറാണ്. അത് പറഞ്ഞ പോലെ അതൊരു നല്ലതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ആയിപ്പോയി. So, being the title character, you have a lot of Malayalam dialogues in this movie. So, how easy was it to render it? It was the most difficult task. It was only the most difficult task. But yes, with his help throughout, from day one till the last day, though it was very tough, but he made it easy. Yeah, it was tough, but I enjoyed a lot. And each and every meaning of it, the emotion, the modulation, the pitch, how think, it... 4 or 5 months before, Yeah. I just sent her Manglish Script. and the meaning in English, Okay. and my voice clip in Malayalam. All this I had sent in my WhatsApp to her. Yeah, 3-4 months back of previous prior before shoot. So it was a journey. It was not that easy because I was in that preparation since 3-4 months, and before that I had workshop. So in workshop also, each scene, mood of the scene, psychology. The main thing is I am also a student of psychology. So that time I don't know how much I knew about psychology, but now being an actor, I have now realized what it is in practical field, especially being an actor. So I went minutely with the psychology. So it didn't, some of the like 6-7 lines, the 8 lines, the big monologue, that time I really needed help. Apart from that, most of the scenes I only said, and with a proper intonation, because or else sir will not leave. If it is also missing, sir will not leave. So yeah, it was difficult. And No, that saying that എനിക്ക് കുളിക്കണം, that means normally nobody will think that it has to be pronounced in that. എനിക്ക് കുളിക്കണം. അപ്പോൾ ഒരു അഡമൻ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ. അപ്പോൾ then his reply, that is another way of fun for those who hear it. അപ്പോൾ അതാണ് എൻ്റെ. So she was so lucky. See, the very interesting thing is that when she came for the audition, she was telling them, no, I don't think that I can do that because after going through the dialogues. Okay. So said, you don't worry about it. You see, you do one thing. You see have you seen? You may not have seen. You see my first movie. The North Indian girl was there, Sada. You see how she has performed. She watched it throughout. She was sitting there and 2 or 2.5 hours, whatever she said. Then she became confident. I said, there was a girl for prompting her, this Sada, but after I explained her 1 or 2 days, then she was not going to her. She always says, you please explain me. She came to me, and like that, you see, but it was more easy for her because you see, she was more experienced than her, So that way I have done. And of course, there was no compromise being a non-Malayali. So I said, you have to, it can be done, if there is nothing impossible. So she has. ഈ നോൺ മലയാളി എന്ന് പറഞ്ഞല്ലോ, ഒരു അന്യഭാഷ നടിയെ മലയാളത്തിൽ പ്രസന്റ് ചെയ്ത് അവർക്ക് ആക്സെപ്റ്റൻസ് കിട്ടാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടറായി വരുന്നു, ദേവിയായിട്ട് വരുന്നു, അവരുടെ ഉള്ളിൽ ഈ നടിയെ പ്ലേസ് ചെയ്യാന്നുള്ളൊരു ചുമതല കൂടിയുണ്ടല്ലോ. അതിൽ ഇങ്ങനെ ഒരു അന്യഭാഷ നടിയെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്? അല്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നല്ലോ. ഞാൻ പറയുന്നത് നമ്മൾ ഇത് നല്ല ഭംഗിയായിട്ട്, പക്ഷേ ഓൾറെഡി ഷീ ഈസ് ഗെറ്റിംഗ് വെരി ഹൈ ദിസ് തിങ് ബിക്കോസ് സീയിങ് ദാറ്റ് ഭഗവതി പോസ്റ്റർ, social media, she is already being, I think so far from the whatever
this public has seen and got, they have accepted her so far. But I never, എന്താ പറയുന്നത്, ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ അതിനെ ആ ഒരു പോയിന്റ് ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് പോലും. പക്ഷേ അത് ഇത് ഓരോന്നും ഞാൻ പറയുന്ന പോലെ സംഭവിക്കുന്നതാണ്. നമുക്കത് നമ്മൾ എന്താ പറയുന്നത്, ഓക്കെ ഇങ്ങനെയൊക്കെ വേണം എന്ന ഒരു കണക്കുകൂട്ടൽ ഒരിക്കലും ഉണ്ടായിരുന്നിട്ട്. ഇനി കള്ളനും ഭഗവതിക്കും ശേഷം പുതിയ സിനിമ വിശേഷങ്ങൾ, പരിപാടികൾ? അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതാണ്. കാരണം ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ ഇതുണ്ട്. ഇങ്ങനെ അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ റിലീസ് കഴിഞ്ഞ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതിന് മാത്രമാണ് നമ്മളിനി ഒന്ന് റെസ്റ്റ് പോലും. ഇപ്പോൾ എത്രയോ മാസങ്ങളായി എൻ്റെ മനസ്സിൽ എൻ്റെ ചിന്തകൾ ഇത് മാത്രമേ ഉള്ളൂ. So what are your future plans? Future to future only can see. Upcoming movies. Yeah, after this I have my Telugu other 2 releases, and I'm signing for one more Telugu movie. For Malayalam I'm waiting for something really great. Better I cannot say Bhagavati is Bhagavati. So something different, interesting I'm waiting for. So I'm looking up to it. Okay, thank you so much.